അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പണ്ട് വിവരവും വിദ്യാഭ്യാസവും കുറവായിരുന്നു. സാമ്പത്തികവും മറ്റ് സൗകര്യങ്ങളും പരിമിതമായിരുന്നു. പട്ടിണിയും പരിവട്ടവുമായി കഷ്ടപ്പാടിൻ്റെ നെരിപ്പോടിൽ വെന്തെരിയുമ്പോഴും മനസ്സിനുള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സൽഗുണമുണ്ടായിരുന്നു: സമസൃഷ്ടി സ്നേഹം. പരിമിതികളില്ലാതെ അതിരുകൾ കടന്നു ഒരു മന്ദമാരുതനെ പോലെ പ്രപഞ്ച സൃഷ്ടികളെ മുഴുവൻ തഴുകിത്തലോടി കടന്നുപോയിരുന്ന ആ ഗതകാലം. അന്നും മതങ്ങളുണ്ടായിരുന്നു, പക്ഷേ കൊമ്പ് കോർത്തില്ല. അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു, പക്ഷേ കൊലവിളി നടത്തിയില്ല. അമ്പലങ്ങളിൽ നിന്നുയരുന്ന ശ്ലോകവും ചർച്ചുകളിലെ മണിനാഥവും മസ്ജിദുകളിലെ ബാങ്കുലികളും ആർക്കും അലോസരങ്ങളായി തോന്നിയില്ല. ബാങ്ക് പിടിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് കുട്ടിക്കാലത്ത് പഠിപ്പിച്ചു തന്നവരിൽ അയൽവാസികളായ അമ്മിണി ചേച്ചിയും സാറാമ്മയും ഉണ്ടായിരുന്നു. സ്വന്തം മതത്തിൻ്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ മാനിക്കാൻ പഠിപ്പിച്ച പൂർവികരുടെ വിശാല മനസ്സ് ഈ മണ്ണിനെ സ്നേഹത്തിൻ്റെ കളിത്തൊട്ടിലാക്കി. ഇന്നെല്ലാമുണ്ട്, പക്ഷേ അനിവാര്യമായ ഒന്നില്ല, അതാണ് സ്നേഹം. രക്തബന്ധങ്ങൾ പോലും സ്വാർത്ഥതയ്ക്ക് വഴിമാറി. ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കി ബന്ധങ്ങൾ പരിമിതപ്പെടുത്തി. ആർക്കും ആരെയും വിശ്വസിക്കാനാവാത്ത വിധം മനസ്സുകൾ മലീമസമാക്കി. പകയും പകപോക്കലും നിത്യസംഭവങ്ങളായി. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ തമ്മിലടിച്ച് ചോരയൊലിപ്പിച്ചു. വിവേകമില്ലാത്ത വിദ്യാസമ്പന്നരാണ് ഈ വർത്തമാനകാലത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. ശാസ്ത്ര സാങ്കേതിക രംഗം പുരോഗതിയുടെ പടവുകൾ കയറുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ നിന്ന് സ്നേഹവും കാരുണ്യവും പടിയിറങ്ങുന്നു. സഹോദരന്മാരെ, വെറുപ്പിൻ്റെയും പകയുടെയും വിലനിലങ്ങളായി മാറിയ സോഷ്യൽ മീഡിയ മാനവീയതയുടെ സർവ്വസീമകളും കടന്ന് സംഹാര താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നു. മതവുമായി ബന്ധമില്ലാതെ മതത്തിൻ്റെ പേരിൽ ഭ്രാന്തി പിടിച്ചു നടക്കുന്ന ചില കപടന്മാരാണ് പ്രശ്നക്കാർ. അത്തരം സാമൂഹ്യ ദ്രോഹികളെ ചങ്ങലക്കിടാത്ത പക്ഷം ഈ രാജ്യത്തിൻ്റെ മഹിതമായ സംസ്കാരം പിഴുതെറിയപ്പെടും. തീർച്ച. മതം പറയും മുമ്പ് നമ്മൾ മനുഷ്യരാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.